ബിടെക് പഠിച്ച കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു കോമഡിയാണ്. ഓൾറെഡി പറഞ്ഞു ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെട്ടാണ് പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് എടുക്കണു. അത് കഴിഞ്ഞ് ബിടെക്കിന് വന്നു. എന്നിട്ട് എന്താ അവിടെ പഠിപ്പിച്ചത്? നമ്മളെന്താ പഠിച്ചത്? ഇപ്പോൾ എക്സാമ്പിൾ നമുക്കവിടെ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് തോന്നുന്നത് C++, അതേപോലെ സെക്കൻഡ് സെമ്മിൽ പൈത്തൺ, ഇങ്ങനത്തെ ലാംഗ്വേജൊക്കെ നമ്മൾ പഠിച്ചിന്. എന്തോലും ശരിക്കും നമുക്ക് പഠിപ്പിച്ചത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരും. ഒരു പ്രൈം നമ്പേഴ്സിനെ ഫൗണ്ട് ചെയ്യാനുള്ള പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു പാലിൻഡ്രോം നമ്പറിനെ ഫൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫിബിനോക്കി സീരീസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക, ഫാക്ടോറിയൽ കാണുക. ഇതൊക്കെയാണ് നമ്മളവിടുന്ന് പ്രോഗ്രാമിങ്ങിൽ പഠിപ്പിച്ചത്. അങ്ങനെ അതൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി സിസ്റ്റം തന്നെ അത്രയും മോശമെന്നുള്ളതാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോൾ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പൈത്തണിൽ വർക്ക് ചെയ്തപ്പോൾ പൈത്തൺ നമ്മളൊക്കെ അന്ന് കോളേജ് നമ്മൾ പഠിപ്പിച്ചെന്ന പൈത്തൺ നമ്മളിപ്പോൾ ചെയ്ത പൈത്തൺ കമ്പനി ആണെങ്കിൽ നമ്മൾ അത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ പഠിപ്പിച്ചിരുന്ന പൈത്തണ് ഈ പറഞ്ഞ പാലിൻഡ്രോമും ഇതൊക്കെ കണ്ട് അതിന് പകരം എങ്ങനെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമേജ് പ്രോസസ്സിങ് എങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓഡിയോ ജനറേഷൻ, ഇങ്ങനത്തെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ തരുന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ എഡ്യൂക്കേഷന് ഹയർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എടുത്തിനു. ഇതിന് പകരം ഇങ്ങനത്തെ ഓരോ